Watch full episodes on Jio Hotstar. ബോക്സർ ചേട്ടന്റെ വണ്ടിയോ? എന്താ പുറകോട്ട് പോവാത്തത്? എന്റെ അപ്പുറം പാർക്കിങ്ങിൽ ഇതായിരുന്നു പ്രശ്നം. ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താ ഇത് ബോക്സർ ചേട്ടാ? നിന്നെ കൊണ്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ വലിയേട്ടാ, പിന്നെന്താ? ഇതൊക്കെ എനിക്ക് വെറും പച്ചവെള്ളം കുടിക്കുന്നത് പോലെയല്ലേ? അങ്ങനെയാണോ? എന്നാ ഇങ്ങോട്ട് വാ, വന്ന് പാർക്ക് ചെയ്ത് കാണിച്ചതാ. വാ. അതെ മോട്ടു, നീ എന്തിനാണ് എപ്പോഴും അറിഞ്ഞൂടാത്ത കാര്യങ്ങളിൽ പോയി ആവശ്യമില്ലാതെ തലയിടുന്നത്? ബോക്സർ ചേട്ടൻ അദ്ദേഹത്തിന്റെ ജോലി ഒറ്റയ്ക്ക് ചെയ്തോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിനക്ക് അറിയാമല്ലോ പിന്നെ നമ്മുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന്, അല്ലേ? എന്റെ പത്രു, ഇതിനൊക്കെ നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നും സംഭവിക്കാൻ പോവില്ലെന്നേ. ഇതൊക്കെ എനിക്ക് വെറും പുല്ല് പോലെയുള്ള സംഗതിയല്ലേ. നീ വേണേ നോക്കിയോ. താക്കോല് വലത്തെ കയ്യില് താ വലിയേട്ടാ, വലത്തെ കയ്യില്. ശരി, ഇന്നാ മര്യാദക്ക് പാർക്ക് ചെയ്യണം. എനിക്ക് വീട്ടിനകത്ത് ചെറിയ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം. മനസ്സിലായോ? നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട വലിയേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തോളാം. ഇതിനൊക്കെ എന്റെ ഇടത്തെ കൈ പോരെ. ഗിയർ വിട്ടു. മോട്ടു, കണ്ടില്ലേ പത്തലു? ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് കണ്ടില്ലേ? നീ ഇപ്പൊ ചെയ്തത് പാർക്കിംഗ് അല്ല മോട്ടു. പുറകിലേക്ക് നോക്ക്, അതിന്റെ കണ്ണാടി പൊട്ടിപ്പോയി. എവിടെ? എന്റെ പത്തലു, ഇനിയിപ്പോ എന്താ ചെയ്യാ? വേഗം തന്നെ വണ്ടി മുന്നോട്ടാക്ക്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ മോട്ടു, ആവശ്യമില്ലാതെ അറിഞ്ഞൂടാത്ത കാര്യങ്ങളിൽ പോയി തലയിടരുതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വരുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടണം. മോട്ടോ, എന്തു പറ്റി? എന്താ ഇത്ര പേടിയോടെ നിൽക്കുന്നത്? ബോക്സർ ചേട്ടാ, അത് പിന്നെ ഞങ്ങൾ പത്തലു, നീ തന്നെ പറ. ഇല്ല ഇല്ല ഇല്ല, നീ തന്നെ പറയേ. മോട്ടു പത്തലു, വേഗം പറ, എന്താ സംഭവിച്ചെന്ന്. വെറുതെ ഓരോ കാരണം പറഞ്ഞോണ്ടിരിക്കില്ലേ, പറയൂ. എന്തു തന്നെ ആയാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യമല്ലാതെ വേറെ ഒന്നും ഇവിടെ പറയാൻ പാടില്ല. എന്നാ പിടിച്ചോ. മോട്ടു, നിന്റെ മുഖത്ത് എങ്ങനെയാ ഇത്രയും ചുമന്ന പാടുകൾ വന്നത്? പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ആലോചിച്ചാലേ ഈ ഗതി. എന്താ ചെയ്യാ, എന്താ ചെയ്യാ? സത്യം പറയണോ? എന്താ ചെയ്യാ? എന്താ നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? വേഗം കാര്യം പറയൂ. അതെന്താന്ന് വെച്ചാ വലിയേട്ടാ, പറയാം ഞാൻ. എന്റെ പത്തലു, നീ തന്നെ പറ. അതൊന്നുമില്ല ബോക്സർ ചേട്ടാ, ഈ ഓം പ്രകാശും വിജയും കൂടെ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. പ്രകാശ്? വിജയുടെ ജോലിയാണോ? ഈ പ്രകാശ് ആരാണ്? അല്ല, വിജയ് ആരാണ്? പ്രകാശ്, വിജയ്, ഇവര് രണ്ടുപേരും കുരങ്ങുകളാണ്. അതാ ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുക. അത് അങ്ങോട്ട് നോക്ക്. ആ പ്രകാശും വിജയും കൂടെ ഒരു ഇളനീരിന് വേണ്ടി അടികൂടുകയായിരുന്നു. രണ്ടുപേരും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും വലിക്കുകയും ചെയ്തു. എന്നിട്ട് ഹലോ ഭായ്, ഈ പ്രകാശും വിജയും ആരാണ്? നമ്മുടെ ഗ്രൂപ്പില് വിജയ് പ്രകാശ് എന്ന് പറഞ്ഞ ആരും ഇല്ലല്ലോ. ആരെ കുറിച്ചാ നീ പറയുന്നത്? നമ്മുടെ ഗ്രൂപ്പിലില്ലേ? എന്നാ പിന്നെ ഇവന്മാരെന്തിനാ നമ്മുടെ പേര് മോശമാക്കണേ? നീ എല്ലാരെയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. ശരി. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും തുടങ്ങി. ഒരുത്തൻ ഇളനീരെടുത്തോണ്ട് ഓടാൻ തുടങ്ങി. മറ്റൊരാള് കല്ലെടുത്ത് എറിയാൻ ശ്രമിച്ചു. അപ്പോ ആദ്യത്തെ ആള് ദേഷ്യം വന്നിട്ട് ആ ഇളനീരെടുത്ത് എറിഞ്ഞു. ആ ഇളനീര് പറന്നു വന്ന് നിങ്ങളുടെ വണ്ടിയുടെ മേളിലാണ് വീഴുന്നത്. എന്നിട്ട് കാറിന്റെ പുറകിലത്തെ കണ്ണാടി പൊട്ടിപ്പോയി. കഥ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ സത്യമാണോ എന്നൊരു സംശയം. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അവിടെ തന്നെ നിക്കണം.
ഈ പഞ്ചിങ് ബാഗ് എന്തിനാ അവിടുന്ന് അഴിച്ചു കളഞ്ഞത് ബോക്സർ ഏട്ടാ? നിക്ക്, ഞാനിപ്പോ വന്നിട്ട് പറയാം. നമ്മുടെ പേര് ചീത്തയാക്കുന്ന രണ്ടുപേരും ആരാണ്? അവിടെയുണ്ട്. ആ വരൂ, ആക്രമിക്കാം. സത്യം പുറത്തു വന്നു. തിരിച്ചു വരൂ, ഞാനിവിടെ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ചിങ്കം സാർ വേഗം ഓടിക്കോ. ഓടിക്കോളാം. അല്ല, ഒരു മിനിറ്റ്, ഞാൻ എങ്ങോട്ട് ഓടിപ്പോണ്ടത്? എന്തിന് 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 എന്തിന്? The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? എന്താ 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 കാര്യമെന്ന് പിന്നീട് ചോദിച്ചോളൂ ചിങ്കം സാർ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഓടിയേ പറ്റൂ. Why fear when ചിങ്കം is here? എന്താ പ്രശ്നം വെച്ചാ പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ പറയണം. ഞാൻ അവന്മാരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. ആ, എന്നോട് പറയണം. പറയൂ 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 പറയൂന്നേ. രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പൊയ്ക്കോളാം. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതമാണ് സത്യം. എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം. വേണ്ട. വണ്ടി വിട്. ഇപ്പോഴെങ്കിലും സത്യം പറയാമോ? ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? അത് പിന്നെ ബോക്സർ ചേട്ടാ, എന്താ പറയാ, എനിക്ക് ബോക്സർ ചേട്ടാ, അത് പിന്നെ എന്താ അത് ഇതെന്ന് പറയണേ? എന്താ കാര്യം പറ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ സുഹൃത്തെ, എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് എന്റെ അടുത്ത് പറ. ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനാണ്? ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങൾ ഈ സീനിനെ ഇല്ല. പൊളിച്ചടത്തല്ല, ഈ സീനിൽ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം മോട്ടു പത്ലുവിന്റെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇതൊന്നും ഞങ്ങളോട് പറയല്ലേ, ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഓ, അങ്ങനെയാണല്ലേ? പോവില്ലല്ലേ? പിടിച്ചോ. ഇനി ഇങ്ങോട്ടേക്ക് കണ്ടുപോകരുത്. ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകി. എത്രയും പെട്ടെന്ന് സത്യം പറയുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പറയാം. എന്റെ പത്ലു, നീ എങ്കിലും പറ. പേടി കാരണം എനിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല പത്ലു. ബോക്സർ ചേട്ടാ, മോട്ടു കാറ് പാർക്ക് ചെയ്യായിരുന്നു. പാർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ മരത്തിന്റെ ഒരു കൊമ്പ് വണ്ടിയുടെ പുറകിലുള്ള കണ്ണാടിയിൽ തട്ടി. കണ്ണാടി പൊട്ടിപ്പോയി. സോറി ബോക്സർ ചേട്ടാ, ഒരു തെറ്റ് പറ്റിപ്പോയി. അങ്ങനെയാണോ? അപ്പൊ ഇതാണ് കാര്യമല്ലേ? ശരി, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വന്നേക്കാം കേട്ടോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ അകത്തേക്ക് പോകുന്നത് ബോക്സർ ഏട്ടാ? ബോക്സിംഗ് ഗ്ലൗസ് ഇവിടെ ഉണ്ടല്ലോ, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്തെടുക്കാൻ വേണ്ടിയാ നിങ്ങൾ അകത്ത് പോകുന്നത് വല്യേട്ടാ? അല്ല, ചായയും പലഹാരവും വാങ്ങിക്കാനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചായയും പലഹാരവും വാങ്ങിച്ചോണ്ട് വരാൻ പോവാണ്. ബോക്സർ ചേട്ടാ, ഞങ്ങളോട് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കേണ്ട. എപ്പോഴൊക്കെ നിങ്ങൾ ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട, പേടിയാവുന്നു. ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ണാടി മാത്രമല്ലേ പൊട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിയിട്ടില്ലല്ലോ. കണ്ണാടി വേണമെങ്കിൽ പുതിയത് മാറ്റി വെക്കാലോ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അതുമല്ല, അയൽക്കാരും കൂടിയാണ്. നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ലേ, അത്രയല്ലേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രശ്നവും അവസാനിച്ചു. മനസ്സിലായോ? പത്ലു, ഞാൻ ഈ സത്യം ആദ്യമേ പറയാൻ നീ സമ്മതിക്കായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും തല്ലുകൊള്ളേണ്ടി വരില്ലായിരുന്നു, പിന്നെ ഓടേണ്ടി വരില്ലായിരുന്നു. സത്യം പറഞ്ഞിരുന്നെങ്കിൽ
ഞാൻ എന്ത് ചെയ്യും? അടി കൊണ്ട് നിന്റെ മുഖം ചുമക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനും പേടിച്ചു പോയി. അതേ, കുഴപ്പമൊന്നുമില്ലെന്നേ. ഒന്നിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. സംഭവിക്കേണ്ടത് സംഭവിച്ചെന്നേ. ഇപ്പൊ നമുക്ക് ഇതെല്ലാം അങ്ങ് മറക്കാന്നേ. പോട്ടേന്നേ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു കുഴപ്പം വരരുത്. അത്രേ ഉള്ളൂ. കമോൺ, വരൂ കൂട്ടുകാരെ, വരൂ. നമുക്ക് കെട്ടിപ്പിടിക്കാം. വരൂ. ആ, എന്നെ കെട്ടിപ്പിടിക്കൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.